ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഐറ്റം സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. ഒരു കഷ്ണം ചിക്കൻ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ചിക്കൻ പക്കോടയുടെ റെസിപ്പിയാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് കേട്ടോ. ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ഒരു പക്കോടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കിയേക്കാം. അപ്പോൾ ചിക്കൻ പക്കോടയ്ക്ക് വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം വേവിച്ച ചിക്കനാണ് കേട്ടോ. അല്പം വെള്ളത്തിൽ ഉപ്പിട്ട് നമ്മൾ വേവിച്ചെടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, വട്ടത്തിൽ അരിഞ്ഞ പച്ചമുളക്, ഒരു സവാളയും കൂടി അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഒരു കോഴിമുട്ടയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി കേട്ടോ, മിക്സിങ്. അപ്പോൾ അതിനായിട്ട് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് കടലപ്പൊടി, 1/4 കപ്പിൻ്റെ പകുതിയോളം വറുത്ത അരിപ്പൊടി, 1 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കറിവേപ്പിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും മുട്ടയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ആ ഒരു എഗ്ഗിൻ്റെയും ഓണിയൻ്റെയും ഒക്കെ ആ ഒരു മോയ്സ്റ്റിൽ തന്നെ ഇത് നല്ലതുപോലെ കിട്ടും കേട്ടോ. ഇനി അതൊരു 10 മിനിറ്റോളം നമ്മൾ മാറ്റി വയ്ക്കാവേ. ഇനി അത് പൊരിച്ചെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ച ശേഷമാണ് നമ്മൾ ആ മാവിൽ നിന്നും എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ആ തിളച്ചിരിക്കുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണേ. അറ്റ് എ ടൈം ഞാനിവിടെ 6 പക്കോടയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു സമയം തന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കണം. നമ്മുടെ പക്കോടയുടെ ഉള്ളൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വേകണമെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് വേവിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ 2 സൈഡും നല്ലതുപോലെ വെന്ത് നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ആ എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് കേട്ടോ. ഉള്ളൊക്കെ നല്ലതുപോലെ വെന്തെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നമ്മൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാവുള്ളേ. അങ്ങനെ ഇത് മുഴുവനായും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തന്നെ നമ്മൾ ബാക്കിയുള്ള മാവും ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പരത്തി ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള മുഴുവൻ മാവിലും പക്കോട തയ്യാറാക്കിയെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ മേടിക്കുന്ന ടൈമിൽ ഒരു കഷ്ണം ഇതിന് വേണ്ടി ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ. വൈകുന്നേര സമയങ്ങളിൽ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും ചായയുടെ കൂടെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.